എല്ലാ ഗെയിമുകൾക്കും ഒരു റീമേക്ക് ഒന്നും അർഹിക്കുന്നില്ലല്ലേ? കാരണം ചില ക്ലാസിക്കുകൾ റീമേക്ക് ഒന്നും ചെയ്യാതെ അൺടച്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം രണ്ടാമതെടുത്ത് ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം നശിപ്പിച്ച് കളയണ്ടല്ലോ. പക്ഷെ ചില ഗെയിമുകൾ അങ്ങനെയല്ല. അതിൻ്റെ ഒരു റീമേക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയി പോകാറുണ്ട് നമ്മൾ. അതേപോലെ ഒന്നാണ് അസാസിൻസ് ക്രീഡ് ബ്ലാക്ക് ഫ്ലാഗ്, the game which redefined the whole Assassin's Creed franchise. The game which gave us freedom to roam the seas. The game which made us feel like Captain Jack Sparrow. അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ is of the remake of Assassin's Creed Black Flag, which was suggested by our dear subscriber Amin Naushad 007. So once more, welcome back to AAA Gaming, where we don't die, we always just respawn. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റീമേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആക്ച്വലി സെലിബ്രേഷൻ മൂഡിനേക്കാൾ എനിക്കുണ്ടായത് സന്തോഷം. കാരണം ഇത് റിലീസായ ടൈമിൽ ഞാനിത് കളിച്ചപ്പോഴൊക്കെ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഗെയിമിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തില്ലല്ലോ. കാരണം ദ വേസ് ടു എക്സ്പാൻഡ് ദ ഗെയിം വാസ് ടു മച്ച്. ആക്ച്വലി ആ ഒരു തോട്ട് തന്നെ എന്ത് കിടിലായിരുന്നു. എ പൈററ്റ് ഹു ടേൺഡ് ആൻ അസാസിൻ. ആൻഡ് ഓൾസോ ഇതിന്റെ സൈഡ് ക്വസ്റ്റ് ഒക്കെ വൻ വിഷയമായിരുന്നു. എക്സ്പ്ലോറിംഗ് ദി ഓഷ്യൻസ്, മറ്റ് ഷിപ്പുകളെ ആക്രമിക്കുക, ലൂട്ട് ചെയ്യുക, അതേപോലെ ഷാർക്സിനെ ഹണ്ട് ചെയ്യുക, ഐലൻഡ് കൊള്ളയടിക്കുക, ഈ ലൂട്ട് ചെയ്ത് കിട്ടുന്ന പൈസ വെച്ച് നമ്മുടെ ഷിപ്പിനെ അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെ ബ്ലാക്ക് ഫ്ലാഗ് വാസ് ലിറ്ററലി എ കംപ്ലീറ്റ് പാക്കേജ്. പ്രത്യേകിച്ച് ഇഫ് യു ആർ എ പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ ഫാൻ. കാരണം നമ്മൾ പടത്തിൽ കണ്ട നമ്മുടെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോന്റെ ജീവിതം നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇഫ് ടു ബി ഓണസ്റ്റ്, ബ്ലാക്ക് ഫ്ലാഗ് ശരിക്കും പറഞ്ഞ അസാസിൻസ് ക്രീഡിനെ ഒന്ന് വഴിതിരിച്ച് വിടുകയാണ് ചെയ്തത്. ഐ സ്റ്റിൽ റിമെമ്പർ, ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. കാരണം നമ്മൾ കളിച്ചു വന്ന അസാസിൻസ് ക്രീഡ് ഗെയിംസിനെ പോലെ അല്ലായിരുന്നു. എന്തിന് ലീപ്പ് ഓഫ് ഫെയ്ത്ത് അടിക്കാൻ ഒരു ഹെയർ സ്റ്റാക്ക് പോലും യവന്മാർ വെച്ചില്ല. പകരം കുറച്ച് ഓലക്കീറും വെള്ളത്തുണിയാണ് എടുത്തിട്ടത്. പക്ഷെ കളിച്ച് വന്നപ്പോഴാണ് ഈ ഗെയിമിൻ്റെ ഒരു റേഞ്ച് എനിക്ക് മനസ്സിലായത്. ആൻഡ് അതേപോലെ തന്നെ ബ്ലാക്ക് ഫ്ലാഗ് അസാസിൻസ് ക്രീഡും തമ്മിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു രാപ്പകൽ വ്യത്യാസം ഉണ്ടെന്ന്. പക്ഷേ ഓൺ ഗുഡ് ടേംസ്. കാര്യം ദിസ് ഗെയിം റീഡിഫൈൻഡ് ദി എൻറ്റയർ ഫ്രാഞ്ചൈസി. ആരും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു വേർട്ടിക്കൽ കൊണ്ടുവന്നു. ലൈക്ക് ഈ ഗെയിമിൻ്റെ ഒരു നറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിയെ മോഷ്ടിച്ച് തൻ്റേതാക്കുന്ന പോലെയായിരുന്നു. എഡ്വേർഡ് കെൻവേ എന്ന കടൽ കൊള്ളക്കാരൻ എസിയോനെയോ അൽത്തേറിനെയോ ഒക്കെ പോലെ പരിശീലനം നേടിയ ഒരു അസാസിൻ ആയിരുന്നില്ല. അദ്ദേഹം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനും ആയിരുന്നില്ല. ഒരങ്ങേയറ്റം അത്യാഗ്രഹിയും ഇമ്പൾസീവും ഒരുപാട് സെൽഫിഷും ഒക്കെ ആയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് തന്നെയാണ് പ്ലെയേഴ്സിനെ ഈ ക്യാരക്ടറുമായിട്ട് അത്രയും കണക്ട് ചെയ്തത്. മുമ്പ് ഞാൻ എസ്സിയോടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു കെയർ ഫ്രീ ചാമിങ് യങ്മാൻ പിന്നീട് പിൽക്കാലത്ത് അസാസിൻസ് ബ്രദർഹുഡിനെ തന്നെ ഒരു മെൻഡറായി മാറിയതുപോലെ ഒരു എഡ്വേർഡ് കെൻവേ എന്ന കഥാപാത്രം കടന്നു പോകുന്ന മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, സമ്മതിച്ചു കൊടുക്കണം. എങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു ഇതൊക്കെ. ഗെയിമിൻ്റെ ഒരു പോർഷനിൽ വെച്ച് നമ്മൾ ബോണറ്റ് എന്ന നമ്മുടെ ഒരു ഫ്രണ്ടിനെ അവൻ സ്വന്തമായിട്ടൊരു കപ്പൽ കിട്ടി പൈററ്റ് ആകണം എന്ന തൻ്റെ ആഗ്രഹം സാധിച്ചു പോകുന്ന ഒരു സീനുണ്ട്. അതിൽ ബോണറ്റ് പറയുന്ന വാചകങ്ങളാണ്, എഡ്വേർഡ്, പക്ഷെ പിന്നീട് ആസ് ഗെയിം പ്രോഗ്രസ് നമ്മൾ 2-3 സോൾജേഴ്സിൻ്റെ സംഭാഷണത്തിനിടയിലൂടെയാണ് മനസ്സിലാക്കുന്നത് സ്റ്റീഡ് ബോണറ്റിനെ അവർ തൂക്കിക്കൊന്നു എന്നത്. ആൻഡ് അവരുടെ സംഭാഷണം പോകുന്ന രീതി എന്ന് വെച്ചാൽ തുറുങ്കിൽ അടയ്ക്കപ്പെട്ട ബോണറ്റ് തൂക്കിലേറ്റും മുന്നേ നിരവധി പ്രാവശ്യം കൊളാപ്സ് ആയിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ കരഞ്ഞ് കാല് പിടിച്ച് വയ്യാതായ ബോണറ്റിനെ ബലം പ്രയോഗിച്ചാണ് തൂക്കിലേറ്റിയത് എന്ന്. ഞാനീ പറഞ്ഞത് ഗെയിം കളിച്ചു പോകുമ്പോൾ ഉള്ള ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് മാത്രമാണ്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഡെപ്ത് എന്തുമാത്രമാണ് എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആൻഡ് കമ്മിങ് ടു ദ റീമേക്ക് പാർട്ട്, ഇതിൽ പഴയ ഗെയിംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കിയാലോ. നമ്പർ 1, എ ട്രൂ നെക്സ്റ്റ് ജെൻ ഓഷ്യൻ. ഈ ഒരു റീമേക്ക് ഒരു കംപ്ലീറ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള റീബിൽഡ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം
റിയൽ ടൈം വാട്ടർ ഫിസിക്സ് ഇതിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ പറ്റുന്ന സോഴ്സസ് വഴി ഞാൻ അറിഞ്ഞത്. ആൻഡ് ഓൾസോ അസാസിൻസ് ക്രീഡ് ഷാഡോസിലെ പോലെയൊക്കെ കോമ്പാറ്റും ട്രാവലും ഇതിലെ ഡൈനാമിക് വെതറിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് AC ഷാഡോസിൽ അവർ കൊണ്ടുവന്ന ഗെയിമിംഗ് മെക്കാനിക്സ് സെയിം അഡാപ്റ്റ് ചെയ്തായിരിക്കും ബ്ലാക്ക് ഫ്ലാഗിന്റെ റീമേക്കിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നമ്പർ 2, നേവൽ കോമ്പാറ്റ് വിത്ത് കോൺസിക്വൻസസ്. ഇതിലേക്ക് വരുമ്പോൾ ആക്ച്വലി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ഷിപ്സിനെ ലൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന ഡാമേജ് അതേപോലെ ആ ഒരു നേവൽ കോമ്പാറ്റ്സിൽ എല്ലാം കുറെ കൂടി പയ്യെ ആകാനും ഹെവിയും ടാക്റ്റിക്കലും ആക്കി മാറ്റാനുമുള്ള സാധ്യതയുണ്ട്. കാരണം സ്മാർട്ടർ AI ഇൻ ഷിപ്സ്, റിയൽ പൊസിഷനിങ് ആൻഡ് മീനിങ് ഫുൾ ഡാമേജ്. ഇനി അങ്ങോട്ടേന്ന് 2 വെടിവെച്ചിട്ട് ഷിപ്പ് ബോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നടക്കൂല. നമ്പർ 3, there would be no modern day animals. അതെ, you heard that right. ആദ്യത്തെ ബ്ലാക്ക് ഫ്ലാഗിലുള്ളതുപോലെ ആ ഫ്യൂച്ചറിസ്റ്റിക് പരിപാടി ഇതിലില്ല. This would be entirely focused on Edward Kenway. ഈ ഫസ്റ്റ് പേഴ്സൺ അനിമസിന്റെ പരിപാടിക്ക് 2 രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു അന്ന് വന്നത്. ലൈക്ക് ഒരു ഫാക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗുണമില്ല എന്നാണെങ്കിൽ മറ്റൊരു ഫാക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റിക്ക് ഇത് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സാധനമായിരുന്നു. കാരണം നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് അനിമസിന് പുറത്ത് വന്ന് നമ്മുടെ ഓഫീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഇതിലുണ്ടായിരുന്നു. ആൻഡ് പേഴ്സണലി ഐ ബിലോങ് ടു ദ 2ാമത്തെ ഫാക്ഷൻ. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് നമ്മളാ ഓഫീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഇൻറ്റീരിയറും ഒക്കെ ആയിരുന്നു. അപ്പോൾ ചുമ്മാ അവിടെ കറങ്ങി നടക്കാൻ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്പർ 4, മോർ സ്റ്റോറി അഡീഷൻസ്. ആനിമൽസ് എടുത്ത് കളയണത് പോലെ സാധനങ്ങൾ എടുത്ത് കളയുക മാത്രമല്ല, ചിലതൊക്കെ ആഡും ചെയ്തിട്ടുണ്ട് ഇതിൽ. പ്രത്യേകിച്ച് മാരി റീഡുമായിട്ടുള്ള കുറച്ച് സൈഡ് ക്വസ്റ്റ്സും മെയിൻ ക്വസ്റ്റുമായിട്ട് കുറച്ചുകൂടി ഡെപ്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആൻഡ് ദാറ്റ്സ് ഗോണ ബി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഫസ്റ്റ് പാർട്ടിൽ തന്നെ മാരി റീഡ് 1 ക്യാരക്ടർ ആർക്ക് തന്നിട്ട് പോയ ഒരാളാണ്. അപ്പം പുള്ളിക്കാരിയുടെ ആ ഒരു വേർട്ടിക്കല് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് തിങ് ടു ഡു. ആൻഡ് ഇതൊക്കെയാണ് ഒരു റീമേക്കിനെ യുണീക്ക് ആക്കുന്നത് ഇൻ ഓൾ ആസ്പെക്ട്സ്. ആക്ച്വലി പഴയ ഗെയിമിൽ എഴുതി ചേർക്കാൻ വെച്ചിരുന്ന കഥകൾ തന്നെ ആയിരുന്നത് എന്നും പറയുന്നുണ്ട്, ആർക്കറിയാം. പിന്നെ ഉള്ളത് ദി ഓവറോൾ എലിവേഷൻ ഓഫ് ദ ഗെയിം പ്ലേ ഇൻ ഓൾ ആസ്പെക്ട്സ്. അതിപ്പോൾ സൗണ്ട് ആയിക്കോട്ടെ, ഗ്രാഫിക്സ് ആയിക്കോട്ടെ, ഇന്റർഫേസസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അസാസിൻസ് ക്രീഡ് ഷാഡോസിന് സിമിലർ ആയിട്ടുള്ള എല്ലാം ഇതിൽ കാണും. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ടോമി വേഴ്സിറ്റിനെ എടുത്ത് GTA 5 യൂണിവേഴ്സോട്ട് പറിച്ചു കേട്ടാൽ എങ്ങനെ ഇരിക്കും. ആൻഡ് ഇതാണ് ഇവർ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഗൈസ്, ദാറ്റ് ഈസ് സോ എക്സൈറ്റിംഗ് ആസ് വെൽ. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ്ലി ഗൈസ്, ദിസ് റീമേക്ക് ഇസ് നോട്ട് അബൌട്ട് ദ സെയിൽസ്, ഇറ്റ്സ് അബൌട്ട് ദി മെമ്മറീസ്, അബൌട്ട് വെദർ Assassin's Creed still understands atmosphere, restraint and emotional space. ഇത് വർക്ക് ആവുകയാണെങ്കിൽ the franchisee doesn't need reinvention in it. It just needs remembrance. And also ഈ റീമേക്ക് ചെയ്യുന്നതിൽ Ubisoft ഫെയിൽ ആകുവാണെങ്കിൽ they won't just lose a classic, but instead it will prove that Assassin's Creed has forgotten why players ever cared in the first place. So guys, നമുക്ക് ആ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കാം. കടൽ കൊള്ളക്കാരുടെ ഒരേ ഒരു രാജാവിൻ്റെ ആ ഒരു തിരിച്ചു വരവിനായി. സോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും, എങ്ങും പോവില്ല. കാരണം വി ആർ ഗെയിമേഴ്സ്. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവില്ല. വി ജസ്റ്റ് റീസ്പാwn.